ഹലോ, അസ്സാം വലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ. നമുക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ജലദോഷം പിടിച്ചിക്കണ്, കുരക്കണുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിട്ടോ മക്കളെ. ആ കമൻറ്റ് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം നമ്മളെ ഒച്ച ഒന്ന് മാറിയാൽ തിരിച്ചറിയാൻ പാകത്തിനില്ല നമ്മളെ ഒരു കുടുംബത്തിലൊരാൾക്കാരായി മാറിയിരിക്കണം നിങ്ങളില്ലേ. അപ്പോൾ എൻ്റെ ഒച്ചത് മാറിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജലദോഷം പിടിച്ചിക്കണോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ജലദോഷം പിടിച്ചോ എന്ന് ചോദിച്ചിനി. ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ്. നിങ്ങളൊരു കുടുംബത്തിലൊരാളായി നമ്മളെ കണ്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം ആ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ. അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് ഇന്ന് ചായക്ക് കടി ചീയപ്പമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ചീയപ്പം ചൂടാൻ ഞാൻ ചട്ടിയൊക്കെ മോറി കുടന്ന് വെച്ചിക്കണേ. എന്നും അരി ഒയിന്നും വെള്ളത്തിലിടണം എന്ന് കരുതും, പക്ഷേങ്കിൽ കരുതുക എന്നല്ലാതെ ഇതുവരെ ഇട്ടിട്ടില്ല, മറക്കാണ് കേട്ടോ. രാവിലെ വിചാരിച്ചും ഉച്ചക്ക് ഉച്ചക്ക് ഇങ്ങനെ ഇടണം വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നെയാണ് വൈകുന്നേരം ഓർമ്മയാകട്ടോ. അപ്പോൾ അങ്ങനെ മടിച്ച് നിന്നുകൊണ്ട് പിന്നെ അങ്ങനെ നിൽക്കും. ഏതായാലും ഇന്നിപ്പോൾ ചീയപ്പാണ് കേട്ടോ. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിനി, പിന്നെ പൊടിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട്, പൊടി ഇട്ടിട്ടില്ല, പഞ്ചസാരയാണ് ആദ്യം ഇട്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊടി ഇട്ടിങ്ങനെ. അപ്പോൾ അതാ ഞാൻ നമ്മളെ വലിയ കുട്ടി ജിമ്മിന് പോകുന്നുണ്ട്. ഓനൊരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടാണ് പോകുക കേട്ടോ. ഒരു കാപ്പിയാണ്, നമുക്കൊക്കെ ചായയാണ് കേട്ടോ. അപ്പോൾ ഓൻ ആ ബ്രൂ കോഫി ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ പാക്കറ്റുകളുണ്ടല്ലോ, അത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓനൊരു തുള്ളി ഉണ്ടാക്കും, ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി. പിന്നെ നമ്മൾ അപ്പം ചൂടാലിലെ അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തുക്കണേ. പിന്നെ അതിക്ക് പാരാനും ഇല്ല, കുറച്ച് ചൂടുവെള്ളം നമ്മൾ ചായക്ക് വെള്ളം വെച്ചിനല്ലോ, അതിന് കുറച്ച് എടുത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണം. നമുക്ക് നല്ല ചൂടില്ല വെള്ളം തന്നെയാണ് കേട്ടോ പാർന്ന് കൊടുക്കണത്. കുറച്ച് ചൂടേറിയോ എന്നൊരു സംശയമുണ്ട്. ആവി പറക്കണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല ചൂടുണ്ട് എന്നില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്ത് വെച്ചിന് കേട്ടോ, ഒന്ന് ചൂടാറണമെങ്കിൽ ആറിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇങ്ങനെ ചൂടോടൊക്കെ പറന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കുറയുന്നൊക്കെ പറയണേ കേൾക്കട്ടോ. അങ്ങനെ അരിയൊക്കെ അരച്ച് കുറച്ച് വെള്ളമൊക്കെ പറന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മളെ ചട്ടിയൊക്കെ നല്ല ഉസാറായിട്ട് ചൂടായി വന്നിക്കണേ. അപ്പോൾ നമുക്ക് നമുക്ക് ചീയപ്പം പറഞ്ഞു കൊടുക്കാം. ചീയപ്പം പറഞ്ഞാൽ ഇത് തന്നെയാണ്, ചട്ടി പറഞ്ഞപ്പോൾ ചീന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാ അപ്പം ചൂടുമ്പോഴും ചീന്ന് പറയുന്നു. ഇപ്പം നിങ്ങളൊരു കമൻറ്റ് ഇടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പറയുന്ന പേരാണ് ഇതിന് ചീയപ്പം എന്നാണ് കേട്ടോ. ചീയപ്പം ചട്ടിനി ഞങ്ങളെ ഈ മലപ്പുറംകാർക്ക് നല്ല അടിപൊളിയാണ്. അതല്ലേ, ഒരുവിധം ഞങ്ങളെ പെരയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുവിധം എല്ലാ പെരയിലും ചീയപ്പം തന്നെയാണ് കേട്ടോ ചൂടൽ. എന്താ കടിയെന്ന് ചോദിച്ചാൽ ചീയപ്പാണ് പറയട്ടോ. ഒട്ടുമിക്ക പെരയിലും നമ്മൾ കടി എന്താ ചോദിച്ചാൽ ചീയപ്പം തന്നെ ഈ കാരം. അല്ലാതെ എന്തൊരു കടിയാണ് ഈ ഒരു കടി സൂപ്പറാണ് മക്കളത്. കുറച്ച് ചട്ടിനിയും കൂടി ഉണ്ടായണ്ടല്ലോ, പറയണ്ട. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചൂടുന്നുണ്ട്. പിന്നെ ഞാൻ കടല ചാറാൻ വെച്ചിന് കേട്ടോ. പിന്നെ ഞാനേക്ക് കുറച്ച് തേങ്ങയും കൂടി അരച്ച് പാർന്നിക്കണ്. തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു കുണസില്ലാത്ത മാതിരി ഉണ്ട് നമ്മളെ ചാറ് കണ്ടിട്ടില്ലേ. നമ്മളെ സാധനം ചോദിച്ചാൽ എത്താൻ ചളിവെള്ളമാണെന്ന് ചോദിച്ചിട്ട് ചാറ് കണ്ടിട്ട്. അപ്പം നമ്മളേക്ക് തക്കാളി ഇടാൻ ഞാൻ ചാറ് ഒരു രസം തന്നെ കിട്ടൂല. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടുകൊണ്ടാണ്ട് ഒപ്പിച്ചെടുത്തിക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞ് ചോറ്റിനില്ല തണിയും തീമട്ടിക്കണം. അപ്പം മഴയാണ്. അപ്പോൾ ഏതായാലും ചോറൊക്കെ തീമട്ടെ. അപ്പോൾ നമ്മളെ അടുപ്പ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ വീതന പെയിൻ്റ് അടിച്ചിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് തിരിച്ചു കൂട്ടിയതില്ലേ. ഇപ്പോൾ ഒരു വൃത്തിയൊക്കെ ഉണ്ടല്ലേ കാണാൻ. ആദ്യം ഒരു സുഖമല്ലേ ഇനി കാണുമ്പോൾ, അടുപ്പുമ്മൊക്കെ നോക്കുമ്പം ഇച്ചൻ്റെ ഒരു പൊറുതിയുടെ ഇനി കേട്ടോ. അതിങ്ങനെ കാണുമ്പോൾ എത്ര തോത്തി തുടച്ചാലും ഒരു വൃത്തിയില്ലാത്ത മാതിരി. അപ്പം നിങ്ങളൊക്കെ കരുതിയോ വൃത്തിയില്ലാത്തതാണ് എന്നൊക്കെ? എത്ര തോത്തി തുടച്ചിട്ടും കാര്യമില്ല കേട്ടോ. അൽഹംദുലില്ലാ അന്ന് രാവിലെ മയക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ ഏതായാലും നമ്മളെ കളക്ടർ മദ്രസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിനി. അപ്പം അങ്ങനെ ഒരു കളിയാണ് മയക്ക് മക്കളെ. ആ ഒരു പഠിപ്പാണ് മയക്ക്. മദ്രസ സ്കൂളില്ല എന്നാണ് പറയുമ്പോൾ മഴ ഉണ്ടാവില്ല, സ്കൂൾ മദ്രസ ഉണ്ടാവുമ്പോൾ മഴ ഉണ്ടാവും. മഴ അങ്ങനെ കളിച്ചുകൊണ്ടാണ്. ഇന്നിപ്പോൾ അതേ പറഞ്ഞ പോലെ തന്നെ മദ്രസ ഇല്ല, മഴയില്ല. ഇനി നാളെ മദ്രസ ഉണ്ടാവും, മഴ ഉണ്ടാവും.
അങ്ങനെയാണ് മഴ കളിച്ചാണ് കേട്ടോ, നമ്മളെ കളിപ്പിച്ചാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ മഴ കുടുങ്ങിയെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. അള്ളാൻ്റെ റഹ്മത്താണ് മഴ. അപ്പം നമ്മളാരും കുടുങ്ങിയെന്നൊന്നും പറയണ്ട. പെജ്ജനോടത്തോളാണ് പെജ്ജട്ടെ. അപ്പോൾ ഞാൻ മേലെ മാങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ വാർപ്പിൻ്റെ മേലെ നിറച്ചും വെള്ളമാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ ഓകിൻ്റെ അവിടെ ഇങ്ങനെ ചവറൊക്കെ അങ്ങോട്ട് തങ്ങി നിന്നിട്ടേ വെള്ളം കെട്ടിന്ന. പിന്നെ അതൊക്കെ ഒന്ന് തോണ്ടിയിട്ട് വെള്ളമൊക്കെ പോലെ തുടങ്ങി. പിന്നെ ഞാൻ കുറുക്കൻ ചത്താലും കണ്ട് കോഴിക്കോടുക്കാന്ന് പറഞ്ഞ മാതിരി എവിടെ ചെന്നാലും കണ്ട് നമുക്ക് മാങ്ങ മൂച്ചിമ്മൊക്കെ തന്നെയാണ് കേട്ടോ. മാങ്ങ ഉണ്ടോ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഓരോന്നൊക്കെ നെക്കിയോണം പിടിച്ചോണമൊക്കെ ഇങ്ങനെ ഞാൻ നോക്കണുണ്ട് കേട്ടോ. പോത്തുക്കണോ എന്നുള്ളത് വെറുതെ നമ്മൾ കിളിയാക്കി കൊടുക്കണ്ടല്ലോ. പിന്നെ പറിച്ച് വെച്ചാൽ എന്ന് വെച്ചാൽ എന്താ ഒക്കെ പാടം കേട്ടോ ഒപ്പം പോക്കൂലേ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. മരത്തമ്മലാവുമ്പോൾ അങ്ങനെ ഓരോന്ന് പോത്താലേ നമുക്ക് അങ്ങനെ പറിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറിച്ചാതെ അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ മക്കളെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ പേരിപ്പോൾ ഞാൻ മറന്നു. ഒരു ഗൾഫിലാണോ പോലും ഒരു മൂപ്പത്തേരെ പുതിയാപ്പിള കാക്കാക്ക് കോമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ കജ്ജണീൻ്റെ മുന്നേ നാട്ടിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ ഞാനും ഇങ്ങോട്ട് വരണ്ട് മാങ്ങക്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആളൊന്നും അറിയില്ല. ഇൻഷാ അല്ലാ ഞങ്ങൾ മാങ്ങാക്കാലം കജ്ജണ മുന്നേ വരികയാണെങ്കിൽ നമ്മളെ ഈ മൂച്ചിമ്മ മാങ്ങ ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ തരും കേട്ടോ. അപ്പോൾ ആരാ എന്താ എവിടെ ഇല്ലാന്നൊന്നും നമുക്കറിയില്ല. പക്ഷെങ്കിൽ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഈ ഗൾഫിലുള്ളവർക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ മാങ്ങമൂച്ചിയും ഈ മായയൊക്കെ കാണുമ്പോൾ പിന്നെ ഓർക്ക് ഭയങ്കര മിസ്സിങ് ആയി. കാരണം നമ്മളെ നാട് മഴ ഉണ്ടാവില്ല, ചിലപ്പോൾ മഴ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഗൾഫിലും മഴയൊക്കെ ഇപ്പം നാൾ കണ്ടില്ലേ, ഒരുപാട് മഴയൊക്കെ പെയ്ത് അങ്ങനെ കണ്ടുകൾ നമ്മൾ. അപ്പം മഴയ്ക്ക് വലിയ പൂതിയൊന്നും ഉണ്ടാവില്ല ഈ കാരണം ചിലപ്പോൾ. അപ്പം മാങ്ങക്കൊക്കെ പൂതി ഉണ്ടാവും കേട്ടോ. മാങ്ങ ചക്ക അതിനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏതായാലും നമ്മൾ ഈ കത്തി വെക്കണതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാക്കണ ചോറ്റിൻ്റെ അരി ഇട്ടീന് കേട്ടോ. പിന്നെ ഇന്ന് ചാറ് മുരിങ്ങാത്താളിപ്പാണ് കേട്ടോ. കുറേ ദിവസമായിക്കണം മക്കളെ മുരിങ്ങാത്താളിപ്പ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ മുരിങ്ങാത്താളിപ്പ് കൂട്ടാനൊരു പൂതി. അപ്പോൾ ഞാനെന്താട്ടി കുറച്ച് മുരിങ്ങ ഒടിച്ചു കൊടുക്കണം. കഴിഞ്ഞിട്ട് ഞാനെന്താട്ടിന്ന് അറിയാം പുയ്ക്കളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഊരാണ് കേട്ടോ. മുരിങ്ങ താളിച്ചാലും രസമാണ്, ഉപ്പേരച്ചാലും രസമാണ്, നല്ല രസമാണ്. എന്നാൽ എളുപ്പ കറിയാണ്. പിന്നെ നമ്മളുണ്ടല്ലോ ഈ മുരിങ്ങ താളിപ്പ് എന്താ പറഞ്ഞ മാതിരി പിന്നെ കുറച്ച് അച്ചാറ് ഇതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൂട്ടി കുഴച്ച് ഇങ്ങോട്ട് തിന്ന്. അപ്പം ഈ മുരിങ്ങാച്ചാറ് തോനെ പറന്നിട്ട് പിന്നെ അതിൽ ആ നാരങ്ങച്ചാറൊക്കെ കൂട്ടി ലാസ്റ്റ് വരുന്ന ചാറുണ്ടല്ലോ അതിങ്ങോട്ട് കുടിച്ചണം. അതിൻ്റെ ഒരു രസം എന്താണെന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ ഏതായാലും ചോറൊക്കെ ഒന്നും കൂടി ഞാൻ വെന്തുക്കണോ നോക്കി. അപ്പോൾ ചോറൊക്കെ വെന്തുക്കണേ. ഇനി നമുക്ക് അതൊന്ന് ഊറ്റി വെക്കാം. പിന്നെ ചാറ് ഞാൻ തിരിച്ച് കത്തുന്നതുകൊണ്ട് അടുപ്പത്ത് തന്നെ നമുക്ക് ചാറും വെക്കട്ടോ. അപ്പോൾ ഇന്നാളെ ചങ്ങാഴ്ച പറഞ്ഞിനി ചാറ് എന്നൊന്നും പറയത് കറി എന്നൊക്കെ പറയേണ്ടിയെന്ന്. പക്ഷേങ്കിൽ നമ്മൾ പഠിച്ച പാട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുറേ കറി അറിയും, കുറേ ചാറ് അറിയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയണ മാതിരി തന്നെ അങ്ങനെയാണ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ശുദ്ധ മലയാളം പറഞ്ഞു നിന്നിട്ടൊന്നും കാര്യമില്ല. അത് എങ്ങനെയായാലും ഇഞ്ച തൊള്ളിയിൽ നിന്ന് ആ ചാറ് തന്നെ വന്ന് പോകും. അത് വേറെ കാര്യം കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ വേണ്ടാത്ത പണിക്കൊക്കെ ഉണ്ട് ആവശ്യമില്ലല്ലോ. ഇന്ന് ഏതായാലും ഒരു 10-14 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം കുറവാണെങ്കിൽ ഒരു ദിവസം കൂടുതലായി. കാരണം കജ്ജിനോടത്തോളം ഞാൻ വെട്ടി കുറച്ചിക്കണം മക്കളെ. ഏതായാലും കുറച്ച് നേരം കളിഞ്ഞൊന്ന് സഹിച്ച്. ഏതായാലും നമ്മൾ ഈ സഹിച്ചണങ്ങൾക്ക് ഉണ്ടല്ലോ, വീഡിയോസൊക്കെ കണ്ട് സഹിച്ചണങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുണ്ടാവും എന്നറിയാം. അതുണ്ടാവണോണ്ടാണല്ലോ ഞാൻ എന്നും ഇപ്പം നിങ്ങളോട് ഇതിങ്ങനെ പറയുന്നത്. സപ്പോർട്ട് ഉണ്ടാണ് കേട്ടോ. അതിനുള്ള നന്ദി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താക്കണം, ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അവിടെ തൂമിച്ചിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞേക്കണം. കഞ്ഞിൻ്റെ വെള്ളം ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചോളൂ കേട്ടോ. പിന്നെ ലേശം ഉപ്പിട്ട് കൊടുത്തേക്കണം. ഈ ചാറുണ്ടാക്കാൻ എളുപ്പമാണ്, എന്നാൽ കൂട്ടാനോ നല്ല രസമാണ്. ഈ ഒരു ചാറ് മതി. കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതാക്കണം മുരിങ്ങയൊക്കെ കേകി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ മുരിങ്ങ കേകി ഇട്ട് കൊടുത്തേക്കാണ്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിക്കാണ്ട് ഒരു തിളച്ചിട്ടാണ് വാങ്ങിയേക്കുക. പിന്നെ അതിൽ കിടന്ന് അങ്ങനെ വന്നോളൂ കേട്ടോ. കുറേ നേരം ഇങ്ങനെ തിളപ്പിച്ചിക്കാണ്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. അതേ പറഞ്ഞ മാതിരി കുറേ നേരം കയ്യിലിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കയ്യിലിട്ട് കണ്ടൊക്കെ ഇളക്കി കുത്തിർന്നാൽ നമ്മൾ മുരിങ്ങയാണ് കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും വേണ്ട, ഒരൊറ്റ തിളക്കുക അവിടെ വാങ്ങിയേക്കുക, മൂടി വെക്കുക. ഇനി ആ മുരിങ്ങ അതിൽ കിടന്നങ്ങനെ വന്നോളും. ഇനി അടുപ്പത്ത് പണിയൊന്നുമില്ല കേട്ടോ, കഴിഞ്ഞു. ഇനി അടുപ്പം വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണം.
പിന്നെ പാത്രങ്ങളൊക്കെ ഒരു ലോഡുണ്ട് മോറാനും. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ പാത്രം മോറി എടുക്കുന്നത്. എന്നാൽ തന്നെ നമുക്ക് പകുതി പണി കഞ്ചും. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിന് മുന്നേ തന്നെ പാത്രം മോറിയാൽ പിന്നെ ഉണ്ടാവും. എവിടുന്ന പാത്രം വരുന്നതെന്ന് തന്നെ നമുക്ക് പൊടിയാണ് ഉണ്ടാവില്ല. അവിടെ ഒരു പാത്രം ഇവിടെ ഒരു പാത്രം. അപ്പോൾ ഇതൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് മോറി കഴിഞ്ഞാൽ ആ ഒരു പണി ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും ഇന്നിപ്പോൾ മീനൊന്നും കിട്ടൂല എന്ന് ഉറപ്പ് തന്നെയിനി. അപ്പോൾ ഏതായാലും ഞാൻ ഒരു നുള്ളു കോഴി, ഒരു 100 റുപ്യേൻ്റെ കോഴി, മക്കൾക്കാണെങ്കിൽ ഒന്നുമില്ല ഞാൻ തിന്നാനും കഞ്ചൂല, നമുക്ക് കുറച്ച് അച്ചാർ ഇട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ചോറാണ് മക്കൾക്കാണ് വിളമ്പിച്ച് കൊടുത്താൽ മക്കളൊന്നും ഇല്ലെങ്കിൽ അത് അവിടുന്ന് തട്ടി നീപ്പിച്ച് അവിടെ പോകും. അല്ലെങ്കിൽ ഒരു മീനോ അല്ലെങ്കിൽ ഉണക്കലോ എന്തെങ്കിലും വാങ്ങണം. ഉണക്കൽ വാങ്ങണില്ലാതെ നല്ലത് ഇങ്ങനത്തെയൊക്കെയാണ് മക്കളെ. 20 റുപ്യക്ക് അല്ല 23 റുപ്യ എടുത്ത് കണ്ടാണ് ഞാൻ ഒരൊറ്റ താളം വാങ്ങിയത്. അതോടുകൂടി ഉണക്കൽ വാങ്ങേണ്ട പൂതി തന്നെ തീർന്നിട്ടോ. അപ്പോൾ പിന്നെ ഈ 100 റുപ്യേൻ്റെ കോഴിയാണെങ്കിൽ 2 കണ്ടാണെങ്കിൽ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, നമ്മൾ വലിയ കുട്ടിയാണ് മെച്ചേച്ച് പോകാനായിക്കണേ ചാറൊന്നും വെക്കാൻ നിൽക്കണ്ട, വേഗം 2 അടുത്ത് പൊരിച്ചളിയാണ്. അപ്പം എന്നാൽ പിന്നെ ഇനി ഓന് മാത്രം പൊരിച്ചണ്ട എല്ലാവർക്കും പൊരിച്ചതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചതക്കാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതും പാടെ ഇട്ടിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചിട്ടുണ്ട് വെണ്ണ പറന്ന് നമ്മളെന്താട്ടി ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ഞാൻ മുരിങ്ങാ താളിപ്പാണ് കേട്ടോ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ പമ്പറന്നോളത്തെ ഈ മുരിങ്ങാ താളിപ്പൊക്കെ ആ കുട്ടിക്ക് കൊടുത്തേക്കണേ എന്നുള്ളത്? അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. നമ്മളെ മക്കൾക്ക് ഭയങ്കര തൃപ്തിയാണ് കേട്ടോ മുരിങ്ങാ താളിപ്പ്. നമ്മളെ മക്കളായാലും ഞാനായാലും നമ്മളെ പുതിയാപ്പിള ആയാലും നമ്മളെ ഇങ്ങോട്ട് കടിച്ചാത്ത എന്ത് സാധനം നമുക്ക് പറ്റൂട്ടോ, അത് വേറെ കാര്യമാണ്. അപ്പോൾ മുരിങ്ങാ താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാ മക്കൾക്കൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതാ നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് വലിയ തൃപ്പതിയില്ല കേട്ടോ. പിന്നെ മൂപ്പരാക്കല്ലാത്തതുകൊണ്ട് പിന്നെ എന്താ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ വേഗം ഓനുള്ള കോഴി പൊരിച്ചെടുത്തേക്കണേ. അപ്പോൾ ഞാൻ 2-3 കണ്ടം ഓനയ്ക്ക് നല്ല മുരിഞ്ഞത് നോക്കിയിട്ട് വേഗം എടുത്തുക്കാണ്ട് ഓൻ്റെ പാത്രത്തിലാക്കിയിട്ട് ഓനെ വേഗമാണ് പറഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ച്, എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയെല്ലാം കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ ഇതാക്കണേ ഓൻ്റെ ചോറ്റും പാത്രം സെറ്റായി. ഇതിപ്പോൾ ഇനി കോളേജ് തുറക്കുള്ളൂ കേട്ടോ ഈ ചോറ്റും പാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ചോറ്റും പാത്രം ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ നമുക്ക് പറഞ്ഞാൽ കണ്ടൻറ്റും കാര്യമൊന്നുമില്ല, അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും കൊടുന്നിക്കണം കേട്ടോ. നമുക്ക് ഏറെയും ചിലവ് ഈ ഉള്ളിയും തക്കാളിക്കാണ്, അല്ലാത്തതിനൊരു ചിലവുമില്ല. ഉള്ളിയും തക്കാളിയും മസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ കുട്ടി ഒരു ക്യാബേജും കൊടുന്നു, കുറേ ദിവസമായിക്കണം ആ ക്യാബേജ് എന്നിട്ട് ഒരു ക്യാബേജും കൊടുന്നിക്കണേ. ഒരു ചാറില്ലെങ്കിലും ക്യാബേജ് ഉപ്പേരി ആയാലും മതി കേട്ടോ ചോറ്റക്ക്, അതും കൂട്ടി തിന്നോളും. പിന്നെ ഇതാക്കണേ ഞാൻ ആ കോഴി പൊരിച്ച കുറച്ച് എണ്ണ അതിലുണ്ട്. ഇനിയിപ്പോൾ പാത്താക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടിന്ന് അറിയാം, കുറച്ച് വല്ലുള്ളി അരിഞ്ഞുകാണ്ട് അതും ഇട്ടെടുത്ത് കരിയേപ്പ് ഇട്ടെടുത്ത് ആ പൊരിച്ച കോഴി ഉണ്ടല്ലോ അതും പാടെ ഇട്ടെടുത്തിട്ടോ ഞാനൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാണ് കേട്ടോ. മക്കളെ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല എഴുതിയിട്ട്, പക്ഷേങ്കിൽ ഉണ്ടല്ലോ എൻ്റെ മക്കളതിൻ്റെ ഒരു രസം എന്താണെന്നറിയാം, സൂപ്പറാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളി ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചേനി, പിന്നെ നോക്കുമ്പോൾ തക്കാളി തുടക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു തക്കാളി പൊട്ടി കിടക്കുന്നുണ്ട്. അത് പിറ്റേന്നൊക്കെ ആകുമ്പോൾ അത് ചിജൂലേ. അപ്പം ഇനി നമ്മൾ കായ് കൊടുത്ത് വാങ്ങിയ സാധനം വെറുതെ എന്തിനാ നാസാക്കി കളയണേ വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി ആ ഒരു തക്കാളിയും കൂടി അരിഞ്ഞാണ്ട് ഇട്ടിട്ട് അന്ന് ഉടയിട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിക്കണേ. പിന്നെ ഞാൻ ഇനി ഒരു കുറച്ച് മല്ലിച്ചപ്പിൻ്റെ കൂടി ഒരു കുറവുണ്ടായിനി, അതും കൂടി ഇട്ടെടുത്ത് സെറ്റാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിക്കാണ്ട് നമുക്കൊന്ന് ആ മല്ലിച്ചപ്പിൻ്റെ അതൊക്കെ ചോയൊക്കെ കോയിമൊക്കെ ഒന്ന് പിടിച്ചട്ടെ. അപ്പോൾ അത് വരെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കട്ടെ നമ്മളെ കോഴി അടിപൊളിയാക്കി ഇനി തിരിച്ചൊക്കെ ഒന്ന് ഓഫാക്കിയ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താട്ടി അടിച്ചോരി തുടക്കാണ് കേട്ടോ. ഇതോടുകൂടി നമ്മളെ പണികളൊക്കെ കജാനായി. ഇനി തുടപ്പും കൂടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിരുമ്പാണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ മെഷീനിൽ ഇട്ടിക്കണ്. പിന്നെ നമ്മളെ കുട്ടീൻ്റെ കുപ്പായ ഉണ്ട് കേട്ടോ, അത് ഓന് കല്ലുമ്പോൾ തിരുമ്പിയാൽ മതി എന്ന് പറഞ്ഞിക്കണേ. അപ്പോൾ ഓൻ്റെ ഷർട്ടും സനുവിൻ്റെ ഒരു ടീഷർട്ടും ഉണ്ട്, അതും കൂടി ഒന്ന് കല്ലുമ്പോൾ തിരുമ്പാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ കേട്ടോ. അപ്പോൾ ഇവിടെ കറങ്ങുമ്പോൾ പേടിയാണ് കേട്ടോ, ഈ മഴ ഇങ്ങനെ നിൽക്കാതെ പെജ്ജണോണ്ട് ഈ മതിൽ പൊളിഞ്ഞാടുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട്. നമ്മളെ നാത്ത വിളിച്ചറിഞ്ഞിക്കണം കേട്ടോ, അതിൻ്റെ ബാക്കൊക്കെ പോകരുത്, അത് എപ്പോഴാണ് പൊളിഞ്ഞാടുക എന്നറിയില്ല, തിരുമ്പാനുള്ളതൊക്കെ മെഷീനിലിട്ട് തിരുമ്പിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിക്കണം കേട്ടോ താത്ത. അപ്പോൾ ഒരു വെള്ളയുണ്ട്, ഒരു പുതിയൊരു ഷർട്ടുണ്ട്, അത് ഞാൻ കല്ലുമ്പോൾ തിരുമ്പട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം തിരുമ്പിയിട്ട് വേഗം വണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം.